ഹലോ, നമ്മൾ ഇനി ഏത് പേജാ എടുക്കണ്ടേ? 192. എത്ര? 192. 192. 16ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? Leukemia is a disease related to blood. Related to blood. Leukemia is diseases to blood. ഓക്കെ, ബ്ലഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് ലുക്കീമിയ അല്ലേ? ഓക്കെ, അടുത്തത് 17. Platelets are created in bone marrow. പ്ലേറ്റ്ലെറ്റുകൾ നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ്? ബോൺ മാരോയിൽ നിന്നാണ്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അസ്ഥിമജ്ജ അല്ലേ? അസ്ഥിമജ്ജ. ഈ ബോൺ മാരോ ട്രാൻസ്ഫർ ചെയ്യുന്ന അസുഖം ഏതാ? എന്തിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ടാ ബോൺ മാരോ ട്രാൻസ്ഫർ ചെയ്യുന്നേ? ക്യാൻസർ അല്ലേ? പ്രത്യേകിച്ചും ബ്ലഡ് ക്യാൻസർ കേട്ടോ. യെസ്. അടുത്തത് കോളത്തിലുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് ആൻഡ് റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി? ഏതാ? ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ്. വൈറ്റമിൻ സി ആദ്യം ആവശ്യം പോലെ കിട്ടണമെങ്കിൽ ലെമൺ ജ്യൂസ് കുടിച്ചാൽ മതി. അടുത്തത് കൗ മിൽക്ക് ഈസ് റിച്ച് സോഴ്സ് ഓഫ് ഡാഷ്. സർ ഒരു മിനിറ്റ്. യെസ്. കൗ മിൽക്ക് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ. അടുത്തത് വൈറ്റമിൻ വിച്ച് ഗീവ്സ് കളർ ടു ദ മിൽക്ക്. പാലിന് നിറം നൽകുന്ന വൈറ്റമിൻ ഏതാണ്? റൈബോഫ്ലാവിൻ. അടുത്തത് വിച്ച് വൈറ്റമിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ്? ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകുന്നുള്ള വൈറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ. വൈറ്റമിൻ കെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രക്തം കട്ട പിടിക്കൂല. ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല. ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, ആള് മരിച്ചു. മനസ്സിലായോ? ഫിഷ് ലിവർ, മത്സ്യത്തിന്റെ ലിവർ ഓയിൽ ഈസ് റിച്ച് ഇൻ ഡാഷ്. എന്താണ്? വൈറ്റമിൻ എ. മീനെണ്ണ എന്ന് കേട്ടിട്ടുണ്ടോ? മീനെണ്ണ, അതാണ് സാധനം. ലിവർ, ഫിഷ് ലിവർ ഓയിൽ, മീനെണ്ണ. യെസ്. എനി ഡൗട്ട്? ഇല്ല സർ. വായിച്ചോ കേക്കട്ടെ. 16. Leukemia is a disease related to blood. 17. Platelets are created in bone marrow. Vitamins. Which of the following is a good and rich source of vitamin C? Lemon juice. Cow milk is a rich source of vitamin A. The vitamin which gives color to the milk, riboflavin. Which vitamin is responsible for blood clotting? Vitamin K. Fish liver oil is rich in vitamin A. Yes. Sarika vaiche. Leukemia is a disease related to blood. 17. Platelets are created in bone marrow. Which of the following is a good and rich source of vitamin C? Lemon juice.
Cow milk is a rich source of vitamin A. The vitamin which give color to milk, riboflavin. Which vitamin is responsible for blood clotting? Vitamin K. Fish liver oil is rich in vitamin A. അഞ്ജുഷയ്ക്ക് വായിക്കാൻ പറ്റുമോ? sir. വായിച്ചേ കേക്കട്ടെ. 16. Leukemia is a disease related to blood. 17. Platelets are created in bone marrow. Vitamins. Which of the following is a good and rich source of vitamin C? Lemon juice. Cow milk is a rich source of vitamin A. The vitamin which gives color to the milk, riboflavin. Which vitamin is responsible for blood clotting? Vitamin K. Fish liver oil is rich in vitamin A. Any doubt? No. Yes. Which of the following is called good cholesterol? കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എന്താണ്? High density ലിപ്പോപ്രോട്ടീൻസ്, HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനെയാണ് എന്ത് പറയുന്നത്? ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയും. ഗുഡ് കൊളസ്ട്രോൾ. യെസ്. അടുത്തത്, ഹീമോഗ്ലോബിൻ ഈസ് എ ഡാഷ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? protein. It is a protein. It is a protein. Next, the enzyme which is known as molecular scissors. Molecular scissors എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ് മക്കളെ? Restriction endonuclease. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെയാണ് മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്നത്. മോളിക്കുലാർ സിസേഴ്സ് ഒരു എൻസൈമാണ്. എന്താണ്? എൻസൈം. അടുത്ത, ഗ്ലാഡ് നോൺ ആസ് ദ മാസ്റ്റർ ഗ്ലാഡ്. ഒരു ഗ്ലാഡിനെ മാസ്റ്റർ ഗ്ലാഡ് എന്നറിയപ്പെടുന്നു. ഏതാണ്? ഏത് ഗ്ലാൻഡാണ്? ഏത് ഗ്ലാൻഡിനെ മക്കളെ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. യെസ്, അതിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. പിറ്റ്യൂട്ടറി. പീയൂഷ ഗ്രന്ഥിയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും പഠിച്ചിട്ടുണ്ടോ? അതെ, അതിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് നോൺ ആസ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. ഇതെവിടെ കാണപ്പെടുന്നേ? ലിവറിലാണേ. വരുന്നുണ്ടോ? സൈലോലോഗി ഈസ് എ സ്റ്റഡി ഓഫ് ഡാഷ്. സൈലോലോഗി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഡാഷ്. എന്താണ്? ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് വുഡ്. യെസ്. അപ്പോൾ നമുക്കത് ഫ്രൂട്ടും ലീഫും ഫ്ലവറും കൂടെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോവാം. എന്തേ? ശരി. അടുത്ത്, ദ സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സ്. അതല്ലേ വേണ്ടി പറഞ്ഞേക്കുന്നേ? സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സ് താഴെ കിടപ്പുണ്ടല്ലോ. എന്താണ്? പോമോളജി. അത് നമ്മൾ നോക്കിയല്ലോ അല്ലേ? പോമോളജി. ആ താഴെ കിടപ്പുണ്ടായിരുന്നല്ലേ? അത് നമ്മൾ വിളി കണ്ടൊരു കാര്യമില്ല. മയോപ്പിയ ഈസ് കണക്റ്റഡ് വിത്ത് ഡാഷ്. ഏതാണ് മയോപ്പിയ? ഐസ്. മയോപ്പിയക്ക് സാധാരണ എന്തോ പറയും? അതറിയത്തില്ല. കോൺകേവ് ലെൻസ് ആണെന്ന് അറിയാം. വെള്ളെഴുത്ത് എന്ന് പറയും. വെള്ളെഴുത്താണല്ലേ? വെള്ളെഴുത്ത്. Plants growing on sand are called dash.
എന്താണ്? സാമോഫൈറ്റ്സ്. ഏ സാമോഫൈറ്റ്സ്. Samophyte. സാമോഫൈറ്റ്. സാമോഫൈറ്റ്. നമുക്ക് ആ മൂന്ന് ഫൈറ്റുകളുണ്ടല്ലോ. ആ സാമോഫൈറ്റ് വിച്ച് ഗ്രോസ് ഇൻ റോക്ക്. റോക്ക്. എഴുതിയോ? ആ യെസ്. എവിടെ വരെയായി? 18 മുതൽ എത്ര വരെയായി? 25 വരെയായി. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. 20 ഒന്നും കൂടെ പറയാം സർ. യെസ്, എന്താ പറയാലോ. The enzyme which is known as molecular scissors. മോളിക്യൂൾസിനെ മുറിക്കുന്ന മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലേ? യെസ്. വായിച്ചേ കേക്കട്ടെ. 18. Which of the following is called good cholesterol? High density lipoproteins HDL. 19. Hemoglobin is a protein. 20. The enzyme which is known as molecular scissors. Restriction endonuclease. 21. Gland known as master gland. Pituitary gland. 22. Xylology is the study of wood. 23. The study of fruits. Pomology. 24. Myopia is connected with eyes. 25. Plants growing on sand are called as samocytes. യെസ്. അഞ്ജുഷ മോളെ വായിക്കാമോ? വായിക്കാം. Which of the following is called good cholesterol? High density lipoprotein HDL. 19. Hemoglobin is a protein. 20. Enzyme which is known as molecular scissors. Restriction endonuclease. 21. Gland known as master gland. Pituitary gland. 22. Xylology is the study of wood. 23. The study of fruits. Pomology. കേട്ടില്ല. സൈലോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫ്രൂട്ട് എന്നല്ലേ വായിച്ചേ? വുഡാണ്. വുഡ് എന്നാ വായിച്ചേ. ആണോ? അയ്യോ, ഞാൻ കേട്ടതാ, സോറി. ശരി പോട്ടെ. 5. Plants growing on sand are called samophytes. സരിക. Which of the following is called good cholesterol? High density lipoproteins. 19. Hemoglobin is a protein. 20. The enzyme which is known as molecular scissors. Restriction endonuclease. 21. Gland known as master gland. Pituitary gland. Xylology is the study of wood. 23. Study of fruits. Pomology. 24. Myopia is connected with eyes. 25. Plants growing on sand are called samophytes. Yes, any doubts? Yes, sir. ഇല്ല. നോക്കൂ, 26ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. PSC പോലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? കിങ് ഓഫ് ഫ്രൂട്ട്സ് ഏതാ? മാംഗോ. പഴങ്ങളിൽ രാജൻ മാമ്പഴം. ഏതിൻ്റെ ഒരു പരസ്യമാണ്? ഏതിൻ്റെയാ? പഴങ്ങളിൽ രാജൻ മാമ്പഴം TV-യിൽ സ്ഥിരമായി വരുന്ന ഒരു പരസ്യമാണ്. ഏതാ? ഫ്രൂട്ടി. ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചതാ കേരളത്തില്. ബിലീവ് ഇൻ ദ ബെസ്റ്റ്. ഏത് പരസ്യമാണ്? ക്യാപ്ഷനാ ബിലീവ് ഇൻ ദ ബെസ്റ്റ്. ഏത് പരസ്യത്തിന്റെ ക്യാപ്ഷനാ ബിലീവ് ഇൻ ദ ബെസ്റ്റ്? അതാ മക്കളെ. BPL. സ്റ്റീൽ ബാർ. എന്താ? BPL. അയ്യോ, പഴയ. ബിലീവ് ഇൻ ദ ബെസ്റ്റ്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് ഇന്റർവ്യൂവിൽ ചോദിച്ചതാ. നമുക്കേ പുസ്തകം വായിച്ചുള്ള വിവരം അവയോ ഉള്ളോ അതോ സാമൂഹ്യ ബോധം ഉണ്ടോ, പരിസരമൊക്കെ ശ്രദ്ധിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ചോദ്യം അതൊക്കെ.
മനസ്സിലായോ? അടുത്ത് 27ാമത്തെ ക്വസ്റ്റ്യൻ. ബോമാൻ അല്ലേ? ബോമാൻസ് ക്യാപ്സൂൾ. Capsule is a part of dash. ഏതാ? നെഫ്രോൺ. നെഫ്രോൺ. Bowman's capsule is a part of nephron. നെഫ്രോൺ എവിടെ കാണപ്പെടുന്നേ? നെഫ്രോൺ ശരീരത്തിൽ എവിടെയാ കാണപ്പെടുന്നേ? എടാ മക്കളെ, നാഡീവ്യൂഹം അല്ലേ? എന്റെ കർത്താവേ, എവിടാ അഞ്ജുഷേ? അറിയില്ല സർ. എവിടെയാ? നാഡീവ്യൂഹം അല്ലേ സാർ? എവിടാന്ന് പറ. നെഫ്രോണുകൾ കിഡ്നി ആണോന്ന് നോക്കണം കേട്ടോ. കിഡ്നി എന്നാണ് എൻ്റെ ഓർമ്മ. ബ്ലഡ്, രക്തത്തെ അരിച്ചു മാറ്റുന്ന കിഡ്നിയിലെ ചെറിയ ചെറിയ നാളികളെ നെഫ്രോൺ എന്ന് വിളിക്കുന്നു. അങ്ങനാണോ? ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതാണോ നാഡീവ്യൂഹത്തെ ബന്ധിപ്പിക്കുന്ന ചെറിയ തന്തുവിനെ നെഫ്രോൺ എന്ന് വിളിക്കുന്നു? അങ്ങനെയാണോ? സരിക പറഞ്ഞേ ശരിയെന്ന് തോന്നുന്നു കേട്ടോ. സരിക പറഞ്ഞാണ് ശരി. നാഡീവ്യൂഹത്തിലെ ഏറ്റവും ചെറിയ സെല്ലിനെ നെഫ്രോൺ എന്ന് വിളിക്കുന്നു. അങ്ങനാണോ? ഒരു കാര്യം ചെയ്, ഒന്ന് നോക്കിയേ ഗൂഗിളിൽ നെഫ്രോൺ. ഇപ്പൊ തന്നെ സംശയം തീർത്തേക്കാം. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. കിഡ്നിയിൽ രക്തത്തെ അരിച്ചു മാറ്റുന്ന യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? നെഫ്രോണുകൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂറോൺ അതവിടെ വെച്ചാലേ. ന്യൂറോൺ ഏതാ? ന്യൂറോൺ ആണ് സരിക പറഞ്ഞതിന്റെ ആൻസർ. എന്താ? നാഡീവ്യൂഹത്തിലെ ഏറ്റവും ചെറിയ തന്തുവിനെ ന്യൂറോൺ എന്ന് വിളിക്കുന്നു അല്ലേ? ഇച്ചിരി ഒന്ന് മാറിപ്പോയെന്നേ ഉള്ളൂ. മൊത്തം പോയി. പക്ഷെ ആൻസർ തെറ്റിപ്പോയി. ഒരു മാർക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട 3 മാർക്കും പോയി, കിട്ടിയ 1 മാർക്കും പോയി, 4 മാർക്ക് പോയി. മൈനസ്. അനിമൽ ദാറ്റ് സ്ലീപ്പ് വിത്ത് ഇറ്റ്സ് ഐസ് ഓപ്പൺ. കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് ഉറങ്ങുന്ന ജീവി ഏതാണ്? ഫിഷ്. ഏതാണ്? ഫിഷ്. സി ഫിഷ്. ഓക്കെ, എന്തുകൊണ്ടാ? കൺപോള ഇല്ലായിരിക്കും. കൺപോള ഇല്ല ആണ്, ഇല്ല. കൺപോളകളില്ല ഫിഷിന്. മീനെടുത്ത് വെട്ടാൻ നോക്കുമ്പോ കൺപോള ഉണ്ടോ എന്ന് പിടിച്ചു നോക്ക്. The part of potato we eat. പൊട്ടറ്റോയിലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. പൊട്ടറ്റോയുടെ ഏത് ഭാഗമാണ് നമ്മൾ തിന്നുന്നത്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം. റൂട്ട്, ഏതിന്റെ റൂട്ടാണ് നമ്മൾ തിന്നുന്നത്? ടാപ്പിയോക്ക റൂട്ടാണ് അല്ലേ? സ്റ്റെം തിന്നുന്നത് ഏതാ? കരിമ്പ് അല്ലേ? കരിമ്പിന്റെ സ്റ്റെം അല്ലേ തിന്നുന്നേ? അതെ. റൂട്ട് നോഡൽസ് ഏതാണ് നമ്മൾ തിന്നുന്നത്? ഗ്രൗണ്ട് നട്ട്. ഗ്രൗണ്ട് നട്ട് റൂട്ട് നോഡൽസ് ആണ്. കറക്റ്റ്. യെസ്, മനസ്സിലായോ? ദ സ്റ്റഡി ഓഫ് മസിൽസ് എന്താണ് മക്കളെ? മയോളജി. കാർഡിയോളജി ഏതാ? ഹാർട്ട്. നെഫ്രോളജിയോ? കിഡ്നി ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. നെഫ്രോളജി. ഓസറ്റോമൈലിറ്റിസ് അല്ലേ? ഓസറ്റോമൈലിറ്റിസ് ഏതാ? അറിഞ്ഞൂടാ. നോക്കുന്നേ, നമ്മുടെ ടീച്ചർ കയ്യിരിക്കല്ലേ. ഇല്ല, ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങളും കൂടെ നോക്ക്. നമുക്ക് 2 പേർക്കും കൂടെ കിട്ടുന്നത് വെച്ച് നോക്കാം. ഓസ്റ്റിയോമൈലിറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ?
കിട്ടിയോ? Inflammation caused by infection, early in legs and ഓസ്മോമൈലിറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ബോൺ കോസ്ഡ് ബൈ ഇൻഫെക്ഷൻ അല്ലേ? അത് ബോൺ ഇൻഫെക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്നാ പറയുന്നത് അല്ലേ? ബോണിന്റെ സ്റ്റഡി വേറെന്തോ അല്ലേ? ബോണിനെ കുറിച്ച് പഠിക്കുന്നത് ഓർത്തോയോ? ഓസറ്റോമൈലിറ്റിസ് ഡെഫിനിഷൻ എന്തുവാ? ഇൻഫ്ലമേഷൻ ഓഫ് ബോൺ ഓർ ബോൺ മാരോ യൂഷ്വലി ഡ്യൂ ടു ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോൺ സ്റ്റഡി ഓഫ് ബോൺ ആൻഡ് ബോൺ മാരോ, അതിനാണ് ഓസ്മലോമൈലിറ്റിസ് എന്ന് പറയുന്നത്. എഴുതി വെച്ചേക്കണേ. ഏത് ക്വസ്റ്റ്യനാ പരീക്ഷയ്ക്ക് വരുന്നത് നമുക്കറിയത്തില്ല. ഓക്കെ, അടുത്ത എന്താ? വുഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ക്രിക്കറ്റ് ബാറ്റ്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വുഡ് ഏതാണ്? ആരാ? എന്താണ്? എന്താ മക്കളെ? എന്താണ്? നോക്ക് നോക്ക് പെട്ടെന്ന്. സി ആണ് 31 സി. കോൺസിഫറസ്. എന്താ? വില്ലോ. ആ, വില്ലോ. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വുഡിന്റെ പേര് വില്ലോ. അടുത്തത്, ദ ജാപ്പനീസ് എൻസിഫലിറ്റിസ് ഈസ് സ്പ്രെഡ് ബൈ ഡാഷ്. ജാപ്പനീസ് എൻസിഫലിറ്റിസ് സ്പ്രെഡ് ചെയ്തത് എങ്ങനെയാണ്? ഒരു തരം രോഗമാണ് കേട്ടോ അത്. എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത്? എങ്ങനെയാണ്? ബൈ മസ്കിറ്റോ. മസ്കിറ്റോ കൊതുകുകളിലൂടെയാണ്. ഓക്കെ, അടുത്തത്, which part of human body is completely devoid of blood supply? ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത ശരീരത്തിലെ ഭാഗം ഏതാണ്? കോർണിയ. നിന്റെ കണ്ണി ചോര ഇല്ലേടെ എന്നല്ലേ ചോദ്യം? അതെ, അതാണ്. യഥാർത്ഥത്തിൽ കണ്ണി ചോരയില്ല, കോർണിയയിൽ ചോര വരാറില്ല. Which part of the human body is completely devoid of blood supply? Devoid എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. Of blood supply, cornea. Larva of mosquito is known as dash. മസ്കിറ്റോയുടെ ലാർവയെ എന്ത് വിളിക്കും? വിഗ്ലേഴ്സ് അല്ലേ? വിഗ്ലേഴ്സ്. കാറ്റർപില്ലർ എന്ന് വിളിക്കുന്നത് എന്തിനെയാ? ഫ്ലൈയുടെ. യെസ്. നിംഫോ? അറിഞ്ഞൂടാ. NIMPH അല്ലേ? നിംഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നിംഫ് കിട്ടിയോ? എന്താണ്? ഇല്ല, നോക്കുക. An immature form of an insect that does not change greatly as grows. Example, dragonfly, mayfly കേട്ടോ, mayfly അല്ല, mayfly ആൻഡ് locust. ഡ്രാഗൺഫ്ലൈയുടെയും മേയ്ഫ്ലൈയുടെയും ലോക്കൂസാറ്റിൻ്റെ ഫ്ലൈയുടെയും ലാർവയാണ് നിംഫ് എന്ന് വിളിക്കുന്നത്. എഴുതിക്കോ. ഡ്രാഗൺ ഫ്ലൈ MAYFLY മെയ്ഫ്ലൈ, ലോക്കുസെറ്റ് LOCUST ലോക്കുസെറ്റ്. അടുത്തെന്താ നമുക്ക് പറയാനുള്ളത്? ആക്സലോയിഡ് അല്ലേ?
Axolotl. Angiostoma mexican. OLO. Mexican walking fish. എന്താ മോളെ? Mexican walking fish. Salamander. ആക്സലോട്ട് ലാർവ എടുക്കണം കേട്ടോ. ആക്സലോട്ട് ലാർവ എന്ന് പറഞ്ഞ ആക്സലോട്ട് പൊസസ് ഫീച്ചേഴ്സ് ഓഫ് ടിപ്പിക്കൽ സാലമാൻഡർ ലാർവേ. ശരിയാണ് കേട്ടോ. ഒരു സാലമാൻഡറിന്റെ ലാർവയാണെന്ന് വിളിക്കുന്നത് ആക്സലോട്ടിക്സ് പറയുന്നത്. ഈ സാലമാൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷ് അല്ലേ? ആ, ഒരു തരം ഫിഷാണ്. സാലമാൻഡർ ലാർവ എന്ന് എഴുതിച്ചോ കേട്ടോ. ബ്രാക്കറ്റിൽ ഫിഷ് എന്നും കൂടെ എഴുതിക്കോ, മറന്നുകൊണ്ട. പാർക്കിൻസൺസ് ഡിസീസ് അഫക്റ്റ് വൺ വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി? പാർക്കിൻസൺസ് എന്ന് പറയുന്ന ഡിസീസ് താഴെ പറയുന്ന ശരീരഭാഗത്തിലെ എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഏതാണ്? നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം. അതോടുകൂടി നമ്മുടെ ഏർപ്പാട് തീരും അല്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിച്ചാൽ പോരെ, തീർന്നില്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ ഓക്കെ. റെഡി? മനസ്സിലായോ? ആ സർ. 26 മുതൽ 35 വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കേൾക്കട്ടെ. സിസ്റ്റം. ജിഷ്ണുമോള് വായിച്ചേ. 26 King of fruits mango. 27 Bowman's capsule is a part of nephron. 28 animal that sleeps with its eyes open, fish. 29 the part of potato we eat, underground stem. 30 the study of muscles, myology. 31 wood that is used to make cricket bat, willow. 32 Japanese encephalitis is spread by mosquito. 33 which part of human body is completely devoid of supply by cornea? 34 larva of mosquito is known as plus. 35 Parkinson's disease affects on which part of the body? Nervous system. Sadiya. 26 King of fruits mango. 27 Bowman's capsule is a part of nephron. 28 animal that sleeps with its eyes open, fish. 29 the part of potato we eat is a underground stump. 30 the study of muscles, myology. 31 wood that is used to make cricket bat, willow. 32 Japanese encephalitis is spread by mosquito. 33 which part of human body is completely devoid of blood supply? Cornea. 34 larva of mosquito is known as wigglers. 35 Parkinson's disease affects on which part of body? Nervous system. Any doubt? ഇല്ല സർ. Yes. For ഇനി 36 diphtheria is a disease affecting dash. Diphtheria അല്ലേ? Diphtheria. diphtheria is an disease affecting dash. ഏതാ? ത്രോട്ട്. ത്രോട്ടിന് ഡിസീസ് വന്ന് നമ്മൾ ആരെയാ കാണുന്നേ? ENT. ENT എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്തുവാ? ഇയർ, നോസ്, ത്രോട്ട്. ENT ഇയർ, നോസ്, ത്രോട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. പാൻക്രിയാസിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് ഏതാ? അറിഞ്ഞൂടാ, നോക്കണം. ഷുഗറോ? ഷുഗർ. പാൻക്രിയാസ് ഡാമേജ് ആകുമ്പോഴേ ഷുഗർ ഉണ്ടാകും. ലിവർ ഡാമേജ് ആയാൽ തീർന്നു, ബോഡിയിൽ എന്ത് അസുഖം വരും കേട്ടോ. അടുത്തെന്തുവാ?
പ്ലൈനോളജി. പ്ലൈനോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. ഏതാ? Pollen grains. പോളൻ ഗ്രെയിൻസ്. Pollen grains. Pollen grains. An Indian born scientist who got Nobel Prize for medicine and Physiology. Physiology. physiology അല്ലേ? ആരാണ്? Khorana. അതായത് ആൻ ഇന്ത്യൻ ബോൺ സയന്റിസ്റ്റ് ഹു ഗോട്ട് നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഒത്തിരി വർഷത്തെ പാരമ്പര്യവും അതും പുരാണവും ഇതിഹാസവും ഒക്കെ പറയുന്ന ആൾക്കാരാണ്. പക്ഷെ നോബൽ പ്രൈസ് എല്ലാം ഇന്ത്യക്ക് പുറത്തുള്ളവർക്കാണ് അല്ലേ? അതെ, കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഇന്ത്യക്ക് പുറത്തുള്ളവരാണ്. ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് എർത്ത്വോം. പലതവണ ചോദിച്ചിട്ടുള്ളതാ. എന്താണ്? ഏതാണ്? സ്കിൻ. റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് എർത്ത്വോം. സ്കിൻ. മക്കളെ അത് ഗൂഗിളിൽ നോക്ക്. ഒരു ഡൗട്ട്. അതില് റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് എർത്ത്വോം. അത് അല്ല സാർ, നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഒരു ഡൗട്ട് നോക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു? ഏതായിരുന്നു? ബ്ലഡ് സെൽസ് ഹാവിംഗ് ഷോർട്ടസ്റ്റ് ലൈഫ് സ്പാൻ. ലിംഫോസൈറ്റ്. യെസ്. ഇത് നോക്ക്. റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് എർത്ത്വോം. ലങ്സ് ആണ്. ലങ്സ്. റെസ്പിറേറ്ററി ലങ്സ് ആണ്. ഇല്ലേ? കേൾക്കുന്നില്ലേ? ലങ്സ്. ഓർഗൻ ഓഫ് എർത്ത്വോം. എർത്ത്വോം ഡു നോട്ട് ഹാവ് ലങ്സ് എന്ന. They breathe through their skin. ശരിയാ, സ്കിൻ. ഒന്ന് നോക്ക്. എർത്ത്വോം ഡു നോട്ട് ഹാവ് ലങ്സ്. ലങ്സ് ഇല്ല. They breathe through skin. Oxygen and carbon dioxide pass through earthworm by skin by diffusion. Skin അതിന്റെ പ്രോസസ് ഡിഫ്യൂഷൻ. കേട്ടോ? ഓക്കെ. ഡിഫ്യൂഷൻ. ഗിൽസ്. നമ്മളിത് നോക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളൊരു മത്സര പരീക്ഷയ്ക്ക് പോവാ. നമ്മൾ ഡൗട്ട് അടിച്ച് പോയിട്ടേ അവിടെ പോയി കിടന്ന് ബുദ്ധിമുട്ടിയുടെ കാര്യമില്ല. യെസ്, ഗിൽസ് ആർക്കാ? ഫിഷ്. അക്വാട്ടിക് ഓർഗാനിസം. അക്വാട്ടിക് അനിമൽ. അതാണ്. ടെറ്റനസ് ഈസ് കോസ്ഡ് ബൈ ഡാഷ്. ടെറ്റനസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? നോക്ക്. ടെറ്റനസ് ഈസ് കോസ്ഡ് ബൈ ഡാഷ്. ബാക്ടീരിയ. COVID-19 ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ബാക്ടീരിയ എന്നോ വൈറസ് ആണോ? വൈറസ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ദ കെമിക്കൽ യൂസ് ഇൻ ബ്ലഡ് ബാങ്ക് ടു പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിംഗ്. ഏതാ? സോഡിയം സിട്രേറ്റ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായമാകുന്ന വൈറ്റമിൻ ഏതാ? കെ. അതെ, വൈറ്റമിൻ കെ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായമാകുന്ന വൈറ്റമിൻ കെ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായമല്ലാത്തത് സോഡിയം സിട്രേറ്റ്.
Sodium citrate. The most common diseases in rural poultry in India. What is poultry? Poultry means കോഴി വളർത്തൽ. കോഴി വളർത്തൽ. കോഴി വളർത്തലിന് സാധാരണയായി ഉണ്ടാകുന്ന അസുഖം എന്താണ് ഇന്ത്യയിൽ? ഏതാണ്? പക്ഷിപ്പനിയാ. പക്ഷിപ്പനിയാ എന്നവിടെ എഴുതിയാൽ മതിയോ? അതിനകത്ത് പക്ഷിപ്പനി ഉണ്ടാ? ഇല്ല. നോക്ക്, അതിനകത്ത് എന്താ നോക്ക്. റാണിക്കെറ്റ്. ഓക്കെ. ഇൻഡസ്റ്റൈൽ വില്ലി ആർ. വില്ലി അല്ലേ അത്? അതെ. വില്ലി ആർ മെയിൻലി കണക്റ്റഡ് വിത്ത് ഡാഷ്. ഇൻഡസ്റ്റൈൽ വില്ലി ആർ മെയിൻലി കണക്റ്റഡ് വിത്ത് ഡാഷ്. എന്താണ്? അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ മലയാള അർത്ഥം എന്തുവാ? ആഗിരണം. സെക്രീഷനോ? പുറന്തള്ളൽ. അസിമിലേഷൻ? അതറിഞ്ഞൂടാ. അസിമിലേഷൻ അടിഞ്ഞുകൂടുക അല്ലേ? അങ്ങനെയൊക്കെയാണ്. അസിമിലേഷൻ ഡെഫിനിഷൻ എന്താണ്? ഇൻ ദ പ്രോസസ് ടേക്കിംഗ് ഇൻ എ ഗള്ളി അണ്ടർസ്റ്റാൻഡിങ് ഇൻഫർമേഷൻ ഓഫ് ഐഡിയാസ്, the assimilation of knowledge of the Greek, the absorption and the digestion of food or nutrients body by any biological system. അതിനെ അസിമിലേഷൻ എന്നാ പറയുന്നത് കേട്ടോ. നൈട്രേറ്റ് അസിമിലേഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ഇൻ ലീവ്സ്. അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ അരിച്ചെടുക്കൽ. ഏറ്റവും മൈന്യൂട്ട് പാർട്ടുകളിനെ പോലും അരിച്ചെടുക്കുന്നതിനാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്വർണമൊക്കെ ഈ ചില സമയത്ത് നദീജലത്തിൽ നിന്ന് എന്തോ 2-3 തരം ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം അരിച്ചെടുക്കാൻ അറിയാവുന്നവരുണ്ടെന്നാണ് പറയുന്നത്. ഒഴുക്ക് ജലത്തിൽ നിന്നേ ഒരു പ്രത്യേക തരം മണലിൽ നിന്ന് സ്വർണത്തിനെ അരിച്ചെടുക്കുമ്പോൾ. മംസ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ ഡാഷ്. മംസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. അത് എന്ത് വഴിയാണ് ഉണ്ടാകുന്നത്? വൈറസ്. എന്താണ്? വൈറസ്. യെസ്. എനി ഡൗട്ട്? എനി ഡൗട്ട്? ഇല്ല സർ. ഇല്ല. അപ്പോൾ അഖില നമ്മൾ വായിച്ചാൽ കേൾക്കട്ടെ. 36. Diphtheria is a disease affecting throat. 37. Palynology is the study of pollen grains. 38. An Indian-born scientist who got Nobel Prize in Medicine and Physiology. Khorana. 39. The respiratory organ of earthworm skin. 40. Tetanus is caused by bacteria. 41. The chemical used in the blood bank to prevent blood clotting, sodium citrate. 42. Most common disease in rural poultry in India is Ranichet. 43. Intestinal villi are mainly connected with absorption. 44. Mumps is a disease caused by virus. 36. Diphtheria is a disease affecting throat. 37. Palynology is the study of pollen grains. 38. An Indian-born scientist who got Nobel Prize in Medicine and Physiology. Khorana. 39. The respiratory organ of earthworms skin. 40. Tetanus is caused by bacteria. 41. The chemical used in the blood bank to prevent blood clotting, sodium citrate. 42. Most common disease in rural poultry in India is Ranichet. 43.
Intestinal villi are mainly connected with absorption. 44. Mumps is a disease caused by virus. Yes, Sarika. 36. Diphtheria is a disease affecting throat. 37. Palynology is the study of pollen grains. 38. An Indian-born scientist who got Nobel Prize in Medicine and Physiology. Khorana. 39. The respiratory organ of earthworm. Skin. 40. Tetanus is caused by bacteria. 41. The chemical used in blood bank to prevent blood clotting. Sodium citrate. 42. Most common disease in rural poultry in India is Ranicate. Intestinal villi are mainly connected with absorption. 44. Mumps is a disease caused by virus. Yes. For deficiency diseases. അല്ലേ? sir. യെസ്. അപ്പോൾ ഡെഫിഷ്യൻസി ഡിസീസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതറിയാവുന്നവരെങ്കിലും നല്ല ഭക്ഷണം കഴിച്ച് അവർക്ക് ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. കേട്ടോ? അനീമിയ ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് ഓൾ ദീസ് എക്സെപ്റ്റ് എന്താണ്? സിങ്ക്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? അനീമിയ ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് ഓൾ ദീസ്. താഴെ പറയുന്ന ഏതില്ലെങ്കിലും എന്തുണ്ടാവും? അനീമിയ ഉണ്ടാവും. എക്സെപ്റ്റ് ഡാഷ്. ഏതാ? എക്സെപ്ഷൻ ആണ് സിങ്ക്. അയൺ ഇല്ലെങ്കിൽ അനീമിയ ഉണ്ടാവും. വൈറ്റമിൻ B12 ഇല്ലെങ്കിൽ അനീമിയ ഉണ്ടാവും. ഫോളിക് ആസിഡ് ഇല്ലെങ്കിൽ എന്തുണ്ടാവും? അനീമിയ ഉണ്ടാവും. അനീമിയയുടെ പേരെന്താ? വിളർച്ച. എന്താണ്? വിളർച്ച. വിളർച്ച. സരിക, ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാല് വിറ്റാമിൻ ആണെന്നറിയാം. വൈറ്റമിൻ ആണെന്നറിയാം. എസ്പെഷ്യലി വുമൺസിന്റെ പ്രഗ്നൻസി ഡെലിവറി പ്രഗ്നൻസിക്ക് തന്നെ ക്യാപ്സ്യൂൾസ്. പ്രഗ്നൻസി ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപ്സ്യൂളാണ് ഫോളിക് ആസിഡ്. അത് വിളർച്ച ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലായല്ലോ. അനീമിയ ഉണ്ടാകുന്ന, അയൺ കുറഞ്ഞാൽ അനീമിയ ഉണ്ടാകും. വൈറ്റമിൻ B12 കുറഞ്ഞാൽ അനീമിയ ഉണ്ടാകും. ഫോളിക് ആസിഡ് കുറഞ്ഞാലും ഒന്നുണ്ടാകും? അനീമിയ ഉണ്ടാകും. അനീമിയായിട്ട് ബന്ധമില്ലാത്തത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അത് സിങ്ക് ആണ്. ഇവിടെ കിട്ടിയോ? സിങ്ക്. അപ്പോൾ അനീമിയായിട്ട് ബന്ധപ്പെട്ടതാണ് 3 എണ്ണം. ഓക്കെ? യെസ്. അല്ലാതെ സിങ്ക് ഇല്ലെങ്കിൽ അനീമിയ ഉണ്ടാകുമെന്നല്ല. ഗോയിറ്റർ ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഡാഷ്. താഴെ പറയുന്ന അയോഡിൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ഗോയിറ്റർ ഉണ്ടാവും. അയോഡിൻ. ഗോയിറ്റർ എവിടെ ഉണ്ടാകുന്നേ? തൊണ്ടമുഴ അല്ലേ? തൊണ്ടയിൽ ഉണ്ടാകുന്ന മുഴയാണ് ഗോയിറ്റർ. അയോഡിൻ്റെ കുറവ് കൊണ്ടാണ്. അയോഡിൻ കൂടുതൽ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നേ? അയോഡിൻ കൂടുതൽ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉപ്പ്. അതിനാണ് അയോഡിൻ ചേർത്ത ഉപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം വരുന്നത്. അയോഡൈസ്ഡ് സോൾട്ട്. മനസ്സിലായോ? അടുത്തത്. ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ് കോസസ് ഡാഷ്. ക്വാഷിയോക്കർ. പ്രോട്ടീൻ ശരീരത്തിൽ കുറഞ്ഞാൽ ക്വാഷിയോക്കർ ഉണ്ടാവും. അടുത്തത്. റിക്കറ്റ്സ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഡാഷ്. റിക്കറ്റ്സ് എന്താണ്? വൈറ്റമിൻ ഡി കുറഞ്ഞാൽ റിക്കറ്റ്സ് ഉണ്ടാവും. നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത, ഈസ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് വൈറ്റമിൻ. ഏതാ? വൈറ്റമിൻ എ. വൈറ്റമിൻ എ കുറയുമ്പോൾ നിശാന്തത ഉണ്ടാകും. അടുത്ത. ഈ നിശാന്തത ഉണ്ടാവുന്നത് എങ്ങനെ മനസ്സിലാവും? മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ മെഴുകുതിരിക്ക് ചുറ്റും ഈ മഴവില്ല് കണ്ടാൽ അത് നിശാന്തതയാണ്. കണ്ടാലോ? നമ്മള് മുറിയിലെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ
മെഴുകുതിരിക്ക് ചുറ്റും മഴവില്ലിനെ കാണാം. അങ്ങനെ കണ്ടാൽ അത് നിശാന്തതയുടെ ലക്ഷണമാണ്. അതുപോലെ ദൂരെന്ന് വരുന്ന ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ലൈറ്റിൻ്റെ ചുറ്റും മഴവില്ല് കാണാൻ തുടങ്ങിയാൽ ഉറപ്പാണ് എന്തിൻ്റെ കുറവാണ്? വൈറ്റമിൻ എയുടെ കുറവ്. കുടി കിട്ടിയാ? sir. Deficiency of vitamin C causes dash. Scurvy. Deficiency of vitamin B causes dash. എന്താണ്? Very. Yes. ഇത് ഇത്രയൊന്ന് വായിച്ചേ വാക്യം പിന്നെ നോക്കാം. Deficiency diseases. Anemia is caused by the deficiency of all of these except zinc. Goiter is caused due to the deficiency of iodine. Deficiency of proteins causes kwashiorkor. Rickets is caused due to the deficiency of vitamin D. Night blindness is caused by the lack of vitamin A. Deficiency of vitamin C causes scurvy. Deficiency of vitamin B causes beriberi. Yes. Diseases. Anemia is caused by the deficiency of all of this except zinc. Goiter is caused due to the deficiency of iodine. Deficiency of proteins causes kwashiorkor. Rickets is caused due to the deficiency of vitamin D. Night blindness is caused by the lack of vitamin A. Deficiency of vitamin C causes scurvy. Deficiency of vitamin B causes beriberi. Yes, Anemia is caused by the deficiency of all of these except zinc. Goiter is caused due to the deficiency of iodine. Deficiency of proteins causes kwashiorkor. Rickets is caused due to deficiency of vitamin D. Night blindness is caused by the lack of vitamin A. Deficiency of vitamin C causes scurvy. Deficiency of vitamin B causes beriberi. Yes. Any doubt? ആരൊന്നും മിണ്ടുന്നില്ലേ? Doubt ഇല്ല. നോക്കൂ. Otoscope is used to examine dash. Otoscope എന്ന് പറയുന്നത് എന്തിനെ എക്സാമിൻ ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനെയാണ് എക്സാമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? Ear. 45 അല്ലേ? Otoscope is used to examine dash here. The universal donor of blood group is dash. O. Vitamin O. Universal donor. Vitamin അല്ല, blood group O. blood group O ആർക്കും കൊടുക്കാം. universal donor. The universal recipient of the blood group ഏതാണ്? AB അല്ലേ? AB. എൻ്റെ AB പോസിറ്റീവ് ആണ്. അപ്പൊ എല്ലാം വെറുതെ സ്വീകരിക്കാം. ഓക്കെ. AB പോസിറ്റീവ് ആണോ? AB പോസിറ്റീവിന്റെ പ്രത്യേകത എന്താ? ആരുടെ ബ്ലഡ് സ്വീകരിക്കും? എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. ഞാൻ ലോ കോളേജ് പഠിക്കുമ്പോഴും സെന്റ് ജോൺസ് കോളേജ് പഠിക്കുമ്പോഴും ബ്ലഡ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, ഷുഗർ ആയതുകൊണ്ട്. An eye diseases in which one cannot distinguish between vertical and horizontal lines is called dash. വെർട്ടിക്കൽ ലൈൻ, കുത്തനെയുള്ള ലൈനും തിരശ്ചീനമായ ലൈനും കാണാൻ പറ്റാത്ത ഡിസീസിനെ എന്ത് വിളിക്കും? അസ്റ്റിഗ്മാറ്റിസം എന്ന് വിളിക്കും.
അസ്റ്റിഗ്മാറ്റിസം. അടുത്തത് എയ്ഡ് സ്റ്റാൻഡ് ഫോർ എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് എവിടെ ഉണ്ടാവുന്നേ? പ്രതിരോധ ശക്തി ഇല്ലാണ്ടാക്കുന്നല്ലേ എയ്ഡ്സ്. എയ്ഡ്സ് എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് എന്റെ ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട എയ്ഡ്സ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹ ഇതര ലൈംഗിക ബന്ധമാണ്. 2 രക്തം സ്വീകരിക്കുന്ന വഴിയാണ്. 2 സാധ്യതയുള്ളൂ. എന്താണ്? ബൈ ബർത്തും പകരും എയ്ഡ്സ്. ബൈ ബർത്ത് ഉണ്ടാകുന്നത് അമ്മയുടെ കുഞ്ഞിന് അല്ലേ? അതിന്റെ രണ്ട് സാധ്യത പ്രധാനപ്പെട്ടത്. 1 രക്തം സ്വീകരിക്കുന്ന വഴി, 2 ലൈംഗിക ബന്ധത്തിലൂടെ. സാധാരണ പറയുന്ന വിവാഹ ഇതര ലൈംഗിക ബന്ധം എന്നാ പറയുന്നത്. പക്ഷേ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇതുണ്ടെങ്കിൽ വിവാഹ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകത്തില്ലേ? അതെ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല. സെക്ഷലി ഉള്ള പിന്നെ എന്തോന്നാ? രക്തം സ്വീകരിക്കുന്നത് വഴി. പിന്നെ സരിക പറഞ്ഞ പോലെ ബൈ ബർത്ത്, അമ്മയിൽ നിന്ന്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഈസ് ആൻ ആന്റികൊയാഗുലന്റ്? ആന്റികൊയാഗുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ്? ഹെപ്പാരിൻ കൊടുത്തേക്കണം. ഹെപ്പാരിൻ. അടുത്തത് വേൾഡ് വൈഡ് ലൈഫ് വീക്ക് ഈസ് ഒബ്സർവ്ഡ് ഓൺ ഡാഷ്. ഏതാണ്? ഫസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ. വേൾഡ് വൈൽഡ് ലൈഫ് വീക്ക്, WWLW. ഫസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ, ഒക്ടോബറിന്റെ ആദ്യ വാരം. നമ്മളെ ക്ലാസ് തുടങ്ങിയത് ഒക്ടോബറിന്റെ ആദ്യ വാരമാണ്, ഒക്ടോബർ 2-ാം തീയതി അല്ലേ? അതെ. വേൾഡ് വൈഡ് ലൈഫ് വീക്ക്, ഒക്ടോബർ ഫസ്റ്റ് വീക്ക്. ഓക്കെ, എനി ഡൗട്ട്സ്? 45 to 51. നോ. യെസ്. അഖില മോള് വായിച്ചേ കേൾക്കട്ടെ. 45. Otoscope is used to examine ear. 46. The universal donor blood group is O. 47. The universal recipient blood group is AB. 48. An eye disease in which one cannot distinguish between vertical and horizontal lines is called astigmatism. 49. AIDS stands for acquired immunodeficiency syndrome. 50. Which of the following substance is an anticoagulant? Heparin. 51. World Wildlife Week is observed on first week of October. അഞ്ജുഷമോളെ. അഞ്ജുഷ പോയോ? 45. Otoscope is used to examine ear. 46. The universal donor blood group is O. 47. The universal recipient blood group is AB. 48. An eye disease in which one cannot distinguish between vertical and horizontal lines is called astigmatism. 49. AIDS stands for acquired immunodeficiency syndrome. 50. Which of the following substance is an anticoagulant? Anticoagulant heparin. 51. World Wildlife Week is observed on first week of October. Yes, Sarika. 45. Otoscope is used to examine ear. 46. The universal donor blood group is O. 47. Universal recipient blood group AB. 48. An eye disease in which one cannot distinguish between vertical and horizontal line is called astigmatism. AIDS stands for acquired immunodeficiency syndrome. 50. Which of the following substance is an anticoagulant? Heparin.
51. World Wildlife Week is observed on first week of